ഇപ്പൊ ലാസ്റ്റ് 2000 കിലോമീറ്റർ മുമ്പ് വരെ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷന്റെ കളികളാണ് ഇവിടെ മൊത്തം. ഫുൾ ഓപ്ഷന്റെ ആൽഫ, ഇത് ആൽഫ, ലിമിറ്റഡ് പ്ലസ്, ലിമിറ്റഡ് എല്ലാം ഫുൾ ഓപ്ഷൻ ആണ്. SX ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടില്ല വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി വണ്ടി. ഈ കാറ്റഗറി പ്രത്യേകതയില്ലേ? ഇതിനും പ്രത്യേകത ഉണ്ട്. അതായത് പൊളി വണ്ടിയാണ്. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ. എന്താ രസം എന്ന് അറിയാമോ വണ്ടി ഓടിപ്പോണതൊക്കെ കാണാൻ. ഇച്ചിരി ഡീസൽ ഓടിച്ചു കഴിഞ്ഞാൽ കുറെ ഓടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സൂപ്പർ റെഡ് GT. പൊളി സാധനം. റെഡ് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. പോളോയിൽ തന്നെ ഏറ്റവും ഡിമാൻഡ്. GT വരുമ്പോ തന്നെ റെഡ് തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ 23 മോഡൽ എന്ന് പറയുമ്പോൾ അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. വാറന്റിയിലാണ്. കമ്പനി അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. 1.8 ആണ് വണ്ടി. 1.8 പെട്രോൾ മാനുവൽ വണ്ടിയാണ്. കുതിക്കും. ഡീസൽ മാനുവൽ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, പെട്രോൾ ഓട്ടോമാറ്റിക്, ആൽഫ വേരിയന്റ്, ഏറ്റവും ടോപ്പ് ഉണ്ട്. 20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് കിങ് ആണ്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഫെയർവീൽസ് യൂസ്ഡ് കാർ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? യെസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അപ്പോൾ ഫെയർവീൽസ് യൂസ്ഡ് കാർ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. എറണാകുളം ജില്ലയിൽ 2 ഷോറൂം ഉണ്ട് ഇവർക്ക്. ഒന്ന് കളമശ്ശേരിയിൽ, ഒന്ന് ആലുവയിൽ. കളമശ്ശേരിയിൽ പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷനിലാണ്, കണ്ടെയ്നർ റോഡിൽ. ആലുവയിൽ വരുന്നത് മാതാ തിയേറ്ററിന്റെ തൊട്ടടുത്താണ്. ബാക്കി കാണുന്നതാണ് മാതാ തിയേറ്റർ. അപ്പോൾ ഇടവേളയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഇവിടെ തിരക്കുള്ള ഷോറൂമാണ്. വീഡിയോ ചെയ്യാൻ കൂടെ ആളെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു ഡിലേ വന്നത് അല്ലേ? എപ്പോഴും കസ്റ്റമർ വീഡിയോ ചെയ്യുന്നതിനിടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ പോകേണ്ടി വരും. ഇപ്പോൾ അവിടെ 2 പേരെ പിടിച്ചിരുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ചക്കു ബ്രോ. യെസ്. അപ്പോൾ എന്താണ്, വണ്ടികൾ എല്ലാ കാറ്റഗറി വണ്ടികളും ഉണ്ടല്ലേ? കുറച്ച് നമ്മുടെ പഴയ പുതിയ കളക്ഷൻസ് കുറെ വന്നിട്ടുണ്ട്. കുറെ വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ മറ്റേ ഷോറൂമിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലേ, ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ ഉള്ള വണ്ടികളുണ്ട് ആ ഷോറൂമിൽ. 2 ഷോറൂമിലായിട്ട് ഏകദേശം ഒരു 19 വണ്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ ഏത് വണ്ടി വേണേലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? എക്കോ സ്പോർട്ട് ഏതാ മോഡൽ? ഇത് നമുക്ക് 2018 മോഡൽ ടൈറ്റാനിയം ആണ്. ഡീസലാണ്. നല്ല അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും. ഇത് നമുക്ക് ടൈറ്റാനിയം വേരിയന്റ് ആണ് കേട്ടോ. ടൈറ്റാനിയം വേരിയന്റ് ഡീസൽ മാനുവൽ ആണ്. സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്. എത്ര ഓടിയുണ്ട്? 1.20 ഓടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾക്കൊന്നും മേജർ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ല. കിലോമീറ്റർ മറി ഉണ്ടാവില്ല, വെള്ളം കയറിയത് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വലിയ പാടാണ് സെയിൽ ചെയ്യാൻ സാഹചര്യത്തിലൊക്കെ. അതിനൊക്കെ എന്തിനാ ആവശ്യം, നല്ല വണ്ടികൾ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ വില നമുക്ക് ഒരു 6,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 6,50,000. ടൈറ്റാനിയം വേരിയന്റ് ആണ്. 18 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. ഡീസലാണ്. ഇപ്പൊ ലാസ്റ്റ് 2000 കിലോമീറ്റർ മുമ്പ് വരെ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും? ഇത് നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്ത ക്രെറ്റ. ഇത് ക്രെറ്റ 2016 SX ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടില്ല വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ. 1.6 ഡീസൽ ഓട്ടോമാറ്റിക്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പില് അത്യാവശ്യം കിലോമീറ്റർ 1,55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. പക്ഷെ ഇപ്പോഴും ഒരു 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ക്വാളിറ്റിയാണ് ഇപ്പോഴും. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? അത് അത്രക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. ഒരു ആക്സിഡന്റ്, ഒരു റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഇങ്ങനത്തെ ഒരു വണ്ടി അന്വേഷിച്ചെടുക്കണ ഒരു വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഡീലാണ്. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവര് അത്യാവശ്യം മൈലേജും ഉണ്ടാവുമല്ലോ. ഓട്ടോമാറ്റിക്കലി കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ, അപ്പൊ നല്ല മൈലേജും കിട്ടും, നല്ല പെർഫോമൻസും ഉണ്ട്. അപ്പൊ വില ഇത് നമുക്ക് ഒരു 7,000 രൂപ. 7 അതിനും ചെറുതായിട്ട് നെഗോഷ്യബിൾ അല്ലേ? തീർച്ചയായും. പറയണ വിലയൊന്നും അല്ല, ചെയ്ത് കൊടുക്കാം. 7,50 ആണ്. ഇത് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നടക്കും. ഈ കാറ്റഗറി പ്രത്യേകതയില്ലേ? ഇതിനും പ്രത്യേകത ഉണ്ട്. അതായത് ഈ ക്രെറ്റ എന്ന് പറഞ്ഞ പെട്രോൾ വേരിയന്റിന് ഡിമാൻഡ് കുറവാണ് മാർക്കറ്റിൽ കുറവല്ല, ഈ മൈലേജ് ഇഷ്യൂ ഉള്ളതാണ്. പെർഫോമൻസിൽ ഇവൻ പുലിയാണ്. 1.6 എഞ്ചിനാണ്. അപ്പൊ പെർഫോമൻസിൽ ഇവൻ പുളിയാണ്. പക്ഷെ മൈലേജിന്റെ കാര്യം വരുമ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിൽ നമുക്ക് ആ ഡീസലിൽ വരുന്നില്ല. പക്ഷെ ഇതിന് നമുക്ക് CNG കയറ്റിയിട്ടുണ്ട്. പെട്രോൾ പ്ലസ് CNG ആണല്ലോ. ഈ CNG ഇപ്പൊ ഒരു 60,000 രൂപയും വരും CNG കയറ്റണമെങ്കിൽ. CNG കയറ്റിയിട്ട് ഒരു 2,000-3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസോ മോഡല് 2016 എസ് വേരിയന്റ്. ഇതിന് പിന്നെ നമ്മുടെ പുതിയ മറ്റേ ടൈപ്പ് അലോയി അല്ല, ഒരു എന്താ അതിന്റെ പേര് പറയാ, വീൽ കപ്പാണോ?
ആ ഇതിനൊരു സാധനം പറയും, ആ വെൽക്കം. അത് കസ്റ്റമർക്ക് നിങ്ങൾ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ പേര്. ഒന്ന് കമന്റ് ചെയ്യട്ടെ. എന്തോ ഒരു ടൈപ്പ് സാധനം ഇട്ടിട്ടുണ്ട്. അതിനൊരു പുതിയൊരു സംഭവം ഉണ്ട്, അത് കയറ്റിയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 50,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓണർഷിപ്പ്. ഈ CNG RC-യിലൊക്കെ ഉള്ള CNG RC-യിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ വെൽ പ്രോപ്പർ ആയിട്ട് കൊണ്ടുനടന്നിരുന്ന വണ്ടി. മൈലേജിന്റെ കൺസേൺ ഒന്നും വേണ്ട. മൈലേജിന്റെ കൺസേൺ ഒന്നും വേണ്ട അല്ലേ? ഒരു പ്രശ്നമില്ല. CNG കയറ്റി കഴിഞ്ഞാൽ പിന്നെ മൈലേജ് ഇഷ്യൂ തീർന്നു. അപ്പോൾ വില 7,15. 7,15 അല്ലേ? ഓക്കെ. 7,15,000 രൂപയാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അടുത്ത ടെറാനോ, ഇത് 2015 മോഡല്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഡീസൽ ആണ്. 85 ആണ്. 85 PS ആണ്. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവല് 1.20 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഒരു റീപ്ലേസും ഇല്ല, ഒരു ആക്സിഡന്റും ഇല്ല. വണ്ടി കാണാനും ഒരു കിടുവാണ്. ഓണർഷിപ്പ് ഏതാ കിടക്കുന്നത്? സിംഗിൾ ഓണർ കിടക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വണ്ടിയാണ്, നല്ല രസമാണ്. ഇതിന്റെ അകത്ത് യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാ. പിന്നെ ടോപ്പിന്റെ ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഫുൾ ഓർഡർ ആയിട്ടുള്ള വണ്ടിയാണ്. വില എത്ര തന്നെ? ഇത് നമുക്കൊരു 3.45 ആണ് പറയുന്ന വില. അതിലൊക്കെ കുറയും അല്ലേ? ഇത് ചെറിയൊരു ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയായിരിക്കും. 3.45 റേറ്റ് വരുന്നത്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 750 സിബിൽ സ്കോർ പറയുന്നില്ലേ നമ്മള് അല്ലേ? അപ്പോൾ അടുത്തതൊരു പ്രീമിയം വണ്ടിയാണ്. ജീപ്പിന്റെ മെറിഡിയൻ. ഏതാ മോഡല്? ഇത് 2022 മോഡല്. ഡീസൽ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് വേരിയന്റ് ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000. ഓക്കെ. ഓണർഷിപ്പ് പുള്ളി വണ്ടിയാണ്. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ. എന്താ രസം എന്നറിയാമോ വണ്ടി ഓടി പോണതൊക്കെ കാണാൻ. പുള്ളിയാണ്. ഇത് നമുക്ക് 24,000 രൂപ. 24,50,000. യെസ്. ഇതിന്റെ പുതിയതിന് എന്ത് വില ഉണ്ടാവും? ഇതിനൊരു 50 ലക്ഷം രൂപ ഉണ്ടാവും. 50 ലക്ഷം ഉണ്ടാവും. ഇത് 23 മോഡൽ അല്ലേ? 22 ലാസ്റ്റ്. 22 8 മാസം ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ഈ വണ്ടി ഹൈ ക്വാളിറ്റി കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത്. സൂപ്പറാണ്. പിന്നെ ലിമിറ്റഡ് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഡ്യുവൽ ടോൺ ആണ് വണ്ടി വരുന്നത്. അടിപൊളിയാണ്. അതിന്റെ ഉള്ളിലൊക്കെ കണ്ടല്ലോ, ഭയങ്കര ലക്ഷറി ആണ് വണ്ടി. ഓടിക്കാനും അടിപൊളി ആയിരിക്കുമല്ലോ അല്ലേ? പിന്നെ അടിപൊളി. അടുത്തത് ഒരു കുഞ്ഞു വണ്ടി, കൂട്ടം തെറ്റി കിടക്കുന്ന പോലെ കുഞ്ഞു വണ്ടി. അത് ചെറിയ ബഡ്ജറ്റിലുള്ള മറ്റേ ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയാണല്ലോ. ഇച്ചിരി പെട്രോൾ ഇച്ചിരി ഡീസൽ ഓടിച്ചു കഴിഞ്ഞാൽ കുറെ ഓടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിലെ മൈലേജ് ഉള്ള ഡീസൽ അമേസൺ. അത് മാത്രമല്ല, ഈ ഇത്രയും മൈലേജ് തന്നെ ഇത്രയും കുഞ്ഞ വണ്ടിക്ക് ആഭാര പെർഫോമൻസ് ആണ്. അതായത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണല്ലോ. അതുകൊണ്ട് മോഡല് ഇത് 13 മോഡല്, സിംഗിൾ ഓണർ, 1.30 ഓട്ടം, കമ്പനി സർവീസ് ആണ്, ഡീസലാണ്, ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഒരു 2.60 ആ റേഞ്ചിലൊക്കെ കൊടുക്കാം. 2,60,000 ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത്. കിടിലൻ മൈലേജ് ഉള്ള വണ്ടി കേട്ടോ. അടുത്ത ലെജൻഡർ മോഡല്. ഇത് 23 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 50,000 കിലോമീറ്റർ. 2 വീൽ ഓട്ടോമാറ്റിക്. നമുക്കൊരു ആസ്കിംഗ് പ്രൈസ് 45 lakhs. 45 ലക്ഷം. ഇത് നമുക്കൊരു പാർക്ക് ആൻഡ് സെയിലിന് വന്നേക്കുന്ന വാഹനമാണ്. ഉള്ളതാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിക്കാം. ഇതാവുമ്പോ കുറച്ച് കൂടുതൽ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. എത്ര? 1 2? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ചിലപ്പോൾ ഫുൾ ലോൺ ഒക്കെ കയറി പോകും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കയറാൻ സാധ്യതയുണ്ട്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. നല്ല ട്രാക്ക് ഉള്ളവരുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അടുത്തൊരു സൂപ്പർ റെഡ് GT. ഏതാ മോഡല്? ഇത് 18 മോഡലാണ്. 18 മോഡല്, സിംഗിൾ ഓണർ, GT TSI 1.2 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ പൊളി സാധനം. റെഡ് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. പോളോയിൽ തന്നെ ഏറ്റവും ഡിമാൻഡ്. GT-യിലൊക്കെ വരുമ്പോ തന്നെ റെഡ് തന്നെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോ ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 65,000. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? സിംഗിൾ ഓൺഷിപ്പിലുള്ള കിട്ടില്ല വണ്ടി. നീറ്റ് വണ്ടി. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? പക്ക സർവീസ് ആയിരുന്നോ? സർവീസ് ഒക്കെ ഷോറൂം സർവീസ് ആണ്. അപ്പോൾ ഗുഡ് ക്വാളിറ്റി ഉള്ള GT നോക്കുന്നവർക്ക് ഇതേ കിടക്കുന്നു. അപ്പോൾ വില 8.30. 8,30,000. കുറയൂലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇതല്ലേ നമ്മളെ ആൾക്കാർക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്തില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. അടിപൊളിയായിട്ട് കിടക്കുന്ന വണ്ടി കേട്ടോ. CM തേടാ CM-ന്റെ വണ്ടിയാണ്. അതെടുത്ത് ഞാൻ നിങ്ങൾക്ക് അതും പറയാം. അടുത്തത് ഗ്രാൻഡ് വിറ്റാര. ഏതാ മോഡല്? ഇത് 23
23 മോഡല് മൈൽഡ് ഹൈബ്രിഡ് അല്ലേ? മൈൽഡ് ഹൈബ്രിഡ്, യെസ്. ആൽഫ വേരിയന്റ് പറയണേ കേട്ടായിരുന്നു. ആൽഫ വേരിയന്റ്. എത്ര ഓടിയുണ്ട്? 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് 14,80,000. സൂപ്പർ വണ്ടി. ഇത് ഇതൊന്നും ചെയ്തല്ലോ, ഇതിപ്പോ വന്നിട്ടുള്ളൂ വണ്ടി. ഇതൊന്ന് വാഷ് ചെയ്യാനുണ്ട്. ഓടി വന്നതിന്റെ അഴുക്ക് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 23 മോഡൽ എന്ന് പറയുമ്പോൾ അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. വാറന്റിയിലാണ്, കമ്പനി അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ് ഇത്. പിന്നെ പത്രയ്ക്ക് അതിന്റെ വില നമ്മൾ പറഞ്ഞില്ലേ? വില 14,80. ഇത് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? അതൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ മതിയല്ലേ? ആ ഒരു ബഡ്ജറ്റ് വണ്ടികൾ നോക്കുമ്പോ അത്യാവശ്യം പ്രൊഫൈൽഡ് ആയിട്ടുള്ള കസ്റ്റമർ ആയിരിക്കും. പ്രൊഫൈൽഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യാഷുകാരായിരിക്കും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷർട്ടൊക്കെ അല്ല, ഈ ലോണൊക്കെ ചെറിയ ലോണാണെങ്കിലും കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്ന ഒരു കറക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. കുറെ കാശുണ്ടായിട്ട് ലോണൊന്നും അടക്കാത്തവർക്ക് കിട്ടൂല. എന്റെ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കാര്യമില്ല, ഒരു കാര്യമില്ല. ഫിനാൻസ് കിട്ടണമെങ്കിൽ നല്ല പ്രൊഫൈൽ ഉണ്ടായിരിക്കണം, ട്രാക്ക് ഉണ്ടായിരിക്കണം. നല്ല പ്രൊഫൈൽ ഉണ്ടാവണം. നമുക്ക് ചെയ്യാം, മാക്സിമം എല്ലാവർക്കും ലോൺ തന്നെ കൊടുക്കാറുണ്ട്. അല്ല, ഞാൻ ഈ പ്രൊഫൈലിന്റെ കസ്റ്റമർ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരണ്ടെന്നോർത്ത് പറഞ്ഞതാ. ഇത് 16 മോഡല് GL 1.8. 1.8 ആണല്ലേ വണ്ടി? 1.8 പെട്രോൾ മാനുവൽ വണ്ടിയാണ്. കുതിക്കും. അപ്പോ ഇതിപ്പോ ഇത് 6 സ്പീഡ് ആണോ? 6 സ്പീഡ് ആണ്. എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 85. 85,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. സിംഗിൾ ഓണറാണ്. നല്ല അടിപൊളി മിഷലിന്റെ 4 ടയർ ഉണ്ട്. പുത്തൻ ടയർ കിടപ്പുണ്ട്. പുതിയ ടയർ ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി ആണ്. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്, ഷോറൂം സർവീസ് ആണ് വണ്ടി. പിന്നെ ഫുൾ ഓപ്ഷൻ ആണ്. ഇത് നമ്മൾ 7,40. 7,40,000 അല്ലേ? ഓക്കെ. അപ്പൊ ഇതും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. നമുക്ക് 14 തൊട്ട് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടുമല്ലോ? കിട്ടും. 13 കിട്ടുന്നുണ്ടല്ലേ? 13 പറയുമ്പോൾ 16 മോഡല്. 16 മോഡല് നമുക്കൊരു 5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് ബാക്കോട്ട് പോവാം. ഓർഡർ അങ്ങോട്ട് കറക്റ്റ് ആവും. അടുത്തൊരു ജീപ്പ് കോമ്പസ് 20 മോഡൽ. അത് ഞാൻ കേട്ടായിരുന്നു. 20 മോഡൽ ലിമിറ്റഡ് പ്ലസ് ഡീസൽ മാനുവൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ്. 1:30 ഓട്ടം. 1:30 ഓടിയിട്ടുണ്ട് വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഷോറൂം സർവീസ് ആണ്. അപ്പൊ വില പറയൂ. ഇത് നമുക്ക് ആസ്ക് ചെയ്യണത് 11 ലക്ഷം. എത്ര? 11 ലക്ഷം. 11 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി വണ്ടിയാണോ. അപ്പോൾ അടുത്തത് 500. ഏതാ മോഡല്? ഇത് 12 മോഡല്. 12 മോഡല് W6. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഇത്രയും കിലോമീറ്റർ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഡീസൽ മാനുവൽ ആണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കിയേ, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉൾപ്പെടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് വണ്ടി. W6 അല്ലേ? W6 ആണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് വണ്ടി. അലോയ്സ് ഒക്കെ ഭംഗിയുണ്ട്. അപ്പൊ 12 വില എത്ര പറയുന്നത്? അപ്പൊ നമുക്കൊരു 3,80,000. 3,80,000. 12 ഫിനാൻസ് കിട്ടൂല. പിന്നെ ലോക്കൽ ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ശ്രീരാമൊക്കെ ചെയ്യാൻ പറ്റും. ഇവർക്കത്തെ പലിശ നിങ്ങൾക്ക് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. 12 മോഡല് 3,80 ആണ് ഇതിന് പറയുന്ന വില കേട്ടോ. അടുത്ത നമുക്ക് ഇങ്ങനെ പോവാം. സിയാസ് 22 മോഡല്. 22 മോഡല്. പെട്രോൾ ഓട്ടോമാറ്റിക് ആൽഫ വേരിയന്റ്. ഏറ്റവും ടോപ്പ് ഉണ്ട്. 20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അടിപൊളി വണ്ടിയാണ്. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി. ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇതൊക്കെ ശരിക്കും പുതിയ വണ്ടി എടുക്കണ പോലെ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ ടോപ്പിന്റെ ആയതുകൊണ്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ ഇതിന്റെ അകത്ത് ഇങ്ങനെ കിടക്കണ കൊണ്ടാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയോ ഒരു പുതിയ വണ്ടി ഡെലിവറി എടുക്കണേ അതേപോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പ്രൈസും കുറവ് കിട്ടും. പിന്നെ ഇവിടുത്തെ ഡെലിവറി ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പുതിയ ഷോറൂമിലൊക്കെ പോയി വണ്ടി എടുക്കുന്ന പോലെ മറ്റേ കർട്ടനൊക്കെ അതല്ലേ അതൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേ റെഡ് തുണിയൊക്കെ പൊക്കി ഉള്ള ഡെലിവറി സംഭവങ്ങളൊക്കെ ഇവര് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ഷോറൂമിലും ഉള്ളതാണ്. അല്ല, എല്ലാ ഷോറൂമിലും ഇല്ല. ഷോറൂമിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല ഷോറൂമിലും പോകുന്നതുകൊണ്ടാണ്. പല ഷോറൂമിൽ അതെന്താ സംഭവം നമ്മളത് ചെയ്യേണ്ടതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ചെയ്യണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യണതിന്റെ ഒരു ഉദ്ദേശമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര ചെറിയ 50,000 രൂപയുടെ സാൻഡ്രോ എടുത്താലും
ഞങ്ങൾ അതേപോലെ ഡെലിവറി കൊടുക്കുള്ളൂ, അതേപോലെ കേക്ക് കട്ട് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കാരണം എല്ലാ കസ്റ്റമർ പല ആൾക്കാർക്കും പല ബഡ്ജറ്റിലാണല്ലോ. തീർച്ചയായിട്ടും ആദ്യമായിട്ട് വാഹനം എടുക്കണവരുണ്ടാവും, അവർക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ, നമുക്കത് സന്തോഷമാണ്. ഒരു പഴയ വണ്ടി എടുക്കുന്നുള്ള ഒരു വിഷമമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അതൊന്നുമില്ല. വാഹനം അത്രേ ഉള്ളൂ. നമുക്ക് ബഡ്ജറ്റ് അത് അവരുടെ നമ്മളുടെ ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യണതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, നീ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. തീർച്ചയായിട്ടും. ക്യാമറ അതിന്റെ വില പറഞ്ഞില്ല, സോറി. അപ്പൊ ഇതിന്റെ വില പറഞ്ഞില്ല. 890. 890 അല്ലേ? ഓക്കെ. അടുത്തത് ബാലൻ അല്ലേ? ഇത് ബാലൻ ഫുൾ ഓപ്ഷന്റെ കളികളാണ് ഇവിടെ മൊത്തം. ഫുൾ ഓപ്ഷന്റെ കളി. ആൽഫ, ഇത് ആൽഫ, ലിമിറ്റഡ് പ്ലസ്, ലിമിറ്റഡ് എല്ലാം ഫുൾ ഓപ്ഷൻ ആണ്. അറിയാതെ നമ്മുടെ കയ്യിൽ പെട്ടു ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ എങ്ങനെ പോയി എടുക്കാലും ഫുൾ ഓപ്ഷനിലേക്ക് എത്തുള്ളൂ. ഇത് ആൽഫ വേരിയന്റ് ആണ്, മറ്റേ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഡിസ്പ്ലേ ഒക്കെ ഉള്ള മോഡലാണ്. മോഡല് 23 മോഡൽ ആൽഫ. എത്ര ഓടിയുണ്ട് ഇത്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർ. അപ്പൊ ഇത് അണ്ടർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. 23 മോഡലാകുമ്പോ കമ്പനി വാറന്റി. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പോ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, കമ്പനി വാറന്റി ഉണ്ടാവുമല്ലോ? വാറന്റിയിലാണ്, അണ്ടർ വാറന്റിയിലാണ് വണ്ടി. 7.5 ലക്ഷം. ഓക്കെ, 7.5 ലക്ഷമാണ് വണ്ടിക്ക് പറയുന്ന വില. ടോപ്പിന്റെ വണ്ടിയാണ്. ഇറക്കണം. അടുത്തത് അമേസ്. അത് ഡീസൽ ഓട്ടോമാറ്റിക്. ആണ്. മൈലേജ് കിങ് ആണ്. നമ്മളെ അപ്പുറത്ത് ആദ്യം കണ്ടില്ലേ, അതിന്റെ പുതിയൊരു വേർഷൻ. പിന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, മൈലേജ് കിങ് ആണ്. അതെ, ഇച്ചിരി പെട്രോൾ ഡീസൽ അടിക്കാം, ലോകം മൊത്തം ഓടാം. പിന്നെ വേറെ വർക്ക്ഷോപ്പിൽ കയറ്റലോ മെയിൻ്റനൻസോ സർവീസോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അതിന്. തീർച്ചയായിട്ടും അതിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ മോഡൽ 18 മോഡല്, സെക്കൻഡ് ഓണർ, VX. എത്ര ഓടിയുണ്ട്? 85,000 ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ആഞ്ഞു പിടിച്ച ഒരു 30 വരെയും കിട്ടും മൈലേജ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ. പിന്നെ 24 കിലോമീറ്റർ ഉറപ്പായിട്ടും കിട്ടും ഇനി ലോക്കലില്. ഇനി നമുക്കൊരു 30 കിലോമീറ്റർ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിട്ടും. എക്കോണമിയിലൊക്കെ ഇട്ട് ഓടിച്ചാൽ മതി. അപ്പൊ വില 7,60,000. 7,60,000 ആണ് ചോദിക്കുന്ന വില. ഇതും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. പിന്നെ വീണ്ടും പോളോ മോഡൽ ഏതാ? ഇത് 2016 പെട്രോള് ഹൈലൈൻ. ഒരു 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ് വണ്ടി. നമുക്കൊരു 4,90,000 കൊടുക്കാം. 4,90,000 ആണ്. ഇത് ഫിനാൻസ് കയറുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഒരു വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല അല്ലേ? ഇല്ല. ഏതൊരു വണ്ടിക്ക് പറഞ്ഞില്ല? ഇല്ലല്ലോ. ഉറപ്പല്ലേ? അപ്പൊ ഇന്നത്തെ വണ്ടികളിൽ ഒന്നിലും റീപ്ലേസ്മെന്റ് ഇല്ല. നമ്മുടെ ഇതിന് റീപ്ലേസ് ഉണ്ട് കേട്ടോ. സോറി, ബലേനോ റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് അത് എവിടെയെങ്കിലും കൊണ്ട് തട്ടിയതാണ്. റീപ്ലേസ് ആണ്. അതിപ്പോ ഈ ഹിസ്റ്ററി എടുക്കുമ്പോൾ അത് റീപ്ലേസ് കാണിക്കുള്ളൂ. ഒരു കുഞ്ഞ് ഇത് പൊട്ടൽ വന്നാലും അത് അങ്ങനെയുള്ള. ഇത് ഡാറ്റ്സൺ ഗോ. ഈ വണ്ടിയെ ഇതിനൊക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയ ഫാമിലി കാറായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 6 പേർക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാം. 6 പേർക്ക് ഇരിക്കാം അല്ലേ? അതായത് 3 പേർക്ക് ഇരിക്കാം. ഇതിന്റെ ഗിയർ ലിവർ വരുന്ന ഡാഷ്ബോർഡിനോട് ചേർന്നിട്ടാണ്. അവിടെ ഒരു ടണൽ സംഭവങ്ങളൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് കൺസോൾ ഇല്ല. അപ്പൊ അവിടെ ഒരു ചെറിയ 1 ലിറ്റർ ആണ്. പവർ ഉണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള നല്ല മൈലേജ് ഉള്ള ഒരു കുഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സെഗ്മെന്റിൽ ഈ പ്രൈസിൽ വെച്ച് നോക്കുമ്പോൾ ഇവൻ വലിയ വണ്ടിയാ. തീർച്ചയായിട്ടും 6 പേർക്ക് ഇരിക്കാമല്ലോ. 6 പേർക്ക് ഇരിക്കാം. ഒരു കൊച്ചു സൈസ് നോക്കിയാൽ നിങ്ങൾ. കോമ്പാക്ട് ആണ്, വിലയും കുറവാണ്. ഒരു റീസെയിൽ വാല്യൂ ടോട്ടലി കുറവാണ്. ഡാറ്റ്സന്റെ വണ്ടികൾക്ക് എല്ലാവർക്കും അറിയാം. റീസെയിൽ വാല്യൂ കുറവാണ്. അപ്പൊ അതിനുള്ള പൈസ കൊടുക്കണുള്ളൂ ഈ വണ്ടിക്ക്. എത്ര പറയുന്നത്? 1,60,000. 1,60,000 ഒരു 6 പേർക്ക് 16 മോഡൽ വണ്ടിയാണ്. 16 മോഡല് 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടും. കിട്ടും. നിർത്തിപ്പോയ മോഡലാണ് എടുത്ത് ചോദിച്ചത്. ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തത് വീണ്ടും സിയാസ്. ഇത് കുറച്ച് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണല്ലോ. ഇത് RS ZDI പ്ലസ്. എക്സ്ട്രാ വർക്ക് ചെയ്തല്ലേ ഇത്? അല്ല, ഇത് കമ്പനിയാണ്. ഇത് കമ്പനിയാണോ സ്കേർട്ടിംഗ്? RS. അപ്പൊ അതെന്റെ അറിവില്ലായ്മയായിരുന്നു. ഏതാ മോഡല്? ഇത് 2016 15 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ഡീസലാണോ? ഡീസൽ
മാനുവൽ. ഡീസൽ മാനുവൽ. എത്ര ഓടിയുണ്ട്? ZDA നമ്മൾ ഈ ആൽഫ ഒക്കെ പറയണ പോലെ ഒരു വേരിയന്റ് ആണത്. വേരിയന്റ് ആണല്ലേ? ഓക്കെ. ഈ ബാക്കിലത്തെ സ്പോയിലർ ഇതിലുള്ളതാണ്? ആ ഇക്കൊള്ളാണ്. ബാക്കിലൊരു സ്പോയിലർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതാണ്. ഏതൊക്കെ കമ്പനി വരുന്നതാണ്? എത്ര ഓടിയുണ്ട്? 130 ഡീസലാണ് ട്ടോ വണ്ടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. വില എത്രയായിരുന്നാ? 530. 5,30,000 രൂപയാണ് വില ഇതിന് പറയുന്നത്. ഇതും ഫിനാൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ മരാസ് ഉണ്ടോ? മരാസ് കൊടുക്കാനുള്ളതാണ്. റേറ്റ് ആയിട്ടില്ല. റേറ്റ് ആയിട്ടില്ല. അപ്പൊ ഇത് വേണമെന്നുള്ളവര് അതെ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 2018 മോഡല്. ഓക്കെ. 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 50. ഓണർഷിപ്പ് W6 ആണ്. W6 ആണ്. അലോയ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് അടിപൊളി വണ്ടിയാണ്. ഈ ഇന്നോവയൊക്കെ എടുക്കാം. ഇന്നോവയൊക്കെ 18 മോഡൽ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ പകുതി പൈസ പോലും കൊടുക്കണ്ട ഈ വണ്ടിയൊക്കെ എടുക്കാൻ. കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല മൈലേജ് ഉണ്ട്. നല്ല രസമാണ്. ഇതിന്റെ അകൊക്കെ കണ്ടോ? സെൻട്രലൈസ്ഡ് AC ഒക്കെ ഉള്ളതാണ്. ലോക്കാണ്. റൂഫിൽ മറ്റേ വരുന്നുണ്ട്. അതൊരു പ്രത്യേക ടൈപ്പ് ഒക്കെ ആണ്. രസമാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. അലോയ് ഉണ്ട്. അപ്പോൾ 2018 സെക്കൻഡ് ഓണർ 50,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. എല്ലാം ഷോറൂം സർവീസ് ആണ്. എല്ലാം ഷോറൂം സർവീസ് ആണ്. അപ്പോൾ ഇതിന്റെ വില വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വണ്ടികൾ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. റീപ്ലേസ്മെന്റ് ഒരു ചെറിയ കുഞ്ഞ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി വണ്ടികളാണ്. പിന്നെ എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. എല്ലാം ഹിസ്റ്ററി ഉള്ളതാണ്. യെസ്. അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? പിന്നെ ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. ഏത് വണ്ടി വേണമെങ്കിലും എടുക്കും. അത് വെള്ളം കയറിയ വണ്ടി ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളം കയറി നമുക്കിപ്പോൾ കസ്റ്റമർ പറഞ്ഞില്ലെങ്കിലും നമുക്കത് അറിയാൻ പറ്റൂല എന്തായാലും. അല്ല അത് എടുക്കുമെന്ന് ചോദിച്ചാൽ അത് എടുക്കുന്ന ഡീലർ ഉണ്ട്. അവന്മാർക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ കച്ചവടം ചെയ്യില്ല അല്ലെ. പിന്നെ വണ്ടി വിൽക്കാണ്ടെങ്കിലും സമീപിക്കാം. തീർച്ചയായും അവൈലബിൾ ആണ്. പിന്നെ വിൽക്കേണ്ടതായ ഒരു റേറ്റ് മാത്രമേ പറയാൻ ചോദിക്കാൻ പാടുള്ളൂ. അതായത് നമ്മളിപ്പോൾ എക്സ്പെക്ടേഷൻ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് ചില വണ്ടികൾ നമുക്ക് ഒരുപാട് പാർക്ക് ആൻഡ് സെയിലിലൂടെ വരാറുണ്ട്. എല്ലാ വണ്ടികളും നമ്മളിവിടെ എടുത്തു വിടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് റേറ്റ് ഒരു കസ്റ്റമർ ആസ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇവര് ഭയങ്കര എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഇവിടെ കിടക്കുള്ളൂ. ഇവിടെ എല്ലാ ദിവസവും തുടക്കണം ഒക്കെ ചെയ്യണം. സ്പേസും പോകും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക വണ്ടി വിൽക്കാൻ വരുമ്പോൾ. പിന്നെ ഡെലിവറി ഇല്ലോ? നമുക്ക് ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. വണ്ടി വന്ന് നോക്കി കണ്ടിഷ്ടം. വണ്ടി വന്ന് നേരിട്ട് അങ്ങനെ നമ്മൾ എത്ര വണ്ടികൾ കൊടുക്കുന്നത്? മറ്റേ വയനാട്, കണ്ണൂര്, കോഴിക്കോട്, ഇവർക്കൊക്കെ. പിന്നെ ഇവിടെ അടുത്ത് വരാൻ മൂവാറ്റുപുഴ അവിടെ കൊടുക്കുന്നുണ്ട്. വണ്ടി വന്ന് നിങ്ങൾ നോക്കണം. നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം. നമുക്ക് വേറെ 2-3 കസ്റ്റമർ ഉണ്ട്. അവർ വണ്ടി ഒന്നും നോക്കൂല. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് വീഡിയോയിൽ കാണിച്ചു കൊടുക്കും. ഒരു ബന്ധം വെച്ചിട്ട് പിന്നെ വണ്ടി അവിടെ എത്തിച്ചാൽ മതി. അതാണ് ഫെയർ വീൽസ്. അങ്ങനത്തെ കുറച്ച് കസ്റ്റമറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടി കൊടുക്കാനായിരിക്കുള്ളൂ. നമുക്ക് ടെൻഷനാണ്. കാണാൻ കൂടി ചെയ്യാത്തതുകൊണ്ട് ഡീലിംഗ് ആയിരിക്കും. പിന്നെ ഓൾ കേരള ഫിനാൻസ്, ഓൾ ഇന്ത്യ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. നിങ്ങൾ വണ്ടി ഓൾ ഇന്ത്യ വേണോ? ഓൾ ഇന്ത്യ അന്നൊരു വണ്ടി കൊടുത്തായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. എന്നാലും ഓൾ കേരള കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക. അപ്പൊ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്ന ആലുവയില് മാതാ തിയേറ്ററിന്റെ അടുത്താണ്, എറണാകുളം ജില്ലയില്. ഇത് രണ്ടാമത്തെ ഷോറൂമാണ്. ആദ്യത്തെ ഷോറൂം കളമശ്ശേരിയിലാണ്, എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. വിഷമിപ്പിക്കാതെ കമന്റ് ഇടുക. അല്ല, ഞാൻ വിഷമിപ്പിച്ചോട്ടെ. അതങ്ങനെ ഇതാക്കണമല്ലോ. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളാണല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.